Good morning, sir. Yes, good morning. Good morning, sir. Okay, Sudhi SMS, good morning. Good morning, sir. Okay, good morning. Good morning, sir. Okay, that's here, good morning. Good morning, Hello, sir. good morning. Anjana, good morning. Good morning, sir. Okay, Vinisha, good morning. Okay, let us start. Yes, sir. Okay. Okay, 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 okay. Sudhi SMS, Hira. Okay, let us start. Yes, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ആ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന് ശേഷം നമുക്ക് അടുത്ത ടെൻസിലോട്ട് വരാം. അടുത്ത ടെൻസിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതാണ് അടുത്ത ടെൻസിന്റെ പേര്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, യെസ്. നിമിഷ, നിമിഷ. യെസ്, നിമിഷ റിയാക്ട് ചെയ്തിട്ടില്ല. നിമിഷ ഇല്ല. ശ്രുതി SMS. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശ്രുതിയുടെ നാട് എവിടെയാണ്? വേർ ആർ യു ഫ്രം? Pathanamthitta. പത്തനംതിട്ട. ഓക്കെ, അപ്പൊ ഞാനൊരു ഉദാഹരണം പറയണം. ഇപ്പൊ 2025 ഒരു 20 വർഷമായിട്ട് പത്തനംതിട്ടയിലല്ല ജീവിക്കുന്നത്. Sir, എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണ്. അപ്പൊ 9 years ആയി. 9 years ആയി. അപ്പൊ നമുക്ക് ഒരു അപ്പൊ 5, 4, 9. അപ്പൊ 2020, 4. അപ്പൊ 2016 ഒടുങ്ങിയെടുക്കാം അല്ലെ? അതെ അതെ. 2016. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് 2016 മുതൽ ഞാൻ പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട. നാളെയും ഞാൻ പത്തനംതിട്ടയിൽ തന്നെ താമസിക്കും. അപ്പൊ 2016 മുതൽ ഞാൻ പത്തനംതിട്ടയിലാണ്, ഇപ്പോഴും പത്തനംതിട്ടയിലാണ്, നാളെയും അവിടെ തന്നെയായിരിക്കും. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ നാളെയും അവിടെ തന്നെയായിരിക്കും ഞാൻ ജീവിക്കുന്നത്. I have been living Pathanamthitta since 2016. യെസ്, ചെറിയ 99% ശരിയാണ്. 1% പോയി കേട്ടോ. യെസ്, 99 മാർക്ക് ഉണ്ട്, 1 മാർക്ക് പോയിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി വേറെ ആർക്കെങ്കിലും അവരോരോ നാടിന്റെ പേര് പറഞ്ഞോ. പത്തനംതിട്ട എന്ന് പറയണ്ട. യെസ്, സ്വന്തം നാടിന്റെ പേര് പറയാം. നിങ്ങൾ മുമ്പ് അവിടെയായിരുന്നു, ഇപ്പോഴും അവിടെയാണ്, നാളെയും അവിടുത്തെ. അങ്ങനെ നമ്മൾ പറയേണ്ടി വരുമല്ല. ഞാൻ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ഇപ്പോഴും അവിടെ തന്നെയാണ്, നാളെ അവിടെ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പറയേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ആ ടെൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. An action which started in the past and it continues in the present and it will continue in future.
നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിലേക്ക് അത് തുടരുകയും ചെയ്യുമെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബിഇഎൻ, പിന്നെ വെർബ്, അതിന്റെ കൂടെ ing. അപ്പൊ ശ്രുതി ചേർത്ത് കഴിഞ്ഞപ്പോ ആദ്യം ing ചേർത്ത് പറഞ്ഞു, പിന്നെ അത് വെട്ടിയിട്ട് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു. ഓക്കെ, സർ ing വേണമായിരുന്നു. ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ പത്തനംതിട്ട സിൻസ് 2016. അപ്പൊ കറക്റ്റ്. പക്ഷെ ഐ ഹാവ് ബീൻ ലിവിംഗ് എന്നുള്ളതിന് പകരം ഞാൻ പത്തനംതിട്ടയിലായിരുന്നു. ഓക്കെ, ചാൻസ് ചെയ്യാം. ലിവിംഗ് എന്നുള്ള വാക്ക് വന്നിരുന്നു. ഐ ഹാവ് ബീൻ. യെസ്, വേർ യു ഹാവ് ബീൻ, നിങ്ങൾ എവിടെയായിരുന്നു ചോദിക്കാറില്ലേ? ഐ ഹാവ് ബീൻ. ഓക്കെ, യെസ്, ഐ സ്റ്റിൽ ലിവ് ഇൻ പത്തനംതിട്ട. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ, ആ വാക്കാണ് ചേർക്കേണ്ടത്. ബിഇഎൻ, ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് യെസ്. ഓക്കെ, അത് വിൽ ബി ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഐ വിൽ ബി. ഓക്കെ, അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരാൾ പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ SBI സിൻസ് 2000 എന്ന് പറയുന്നത് മനസ്സിലാക്കണം. അദ്ദേഹം 2000 മുതൽ SBIയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും SBIയിലാണ്, നാളെയും അവിടെ തന്നെ ആയിരിക്കും. നേരെ മറിച്ച് ഹാസ് അല്ലെങ്കിൽ ഹാവിന് പകരം വേറൊരു വാക്ക് വന്നാൽ ചെറിയ വ്യത്യാസമുണ്ട്. മുമ്പ് ഞാൻ അവിടെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അവിടെ ഇല്ല. അത് നമുക്ക് അടുത്ത ടെൻസ് പറയുമ്പോൾ നമുക്ക് നോക്കാം. മുമ്പ് അവിടെയായിരുന്നു, ഇപ്പോൾ ഞാൻ അവിടെ ഇല്ല. അപ്പൊ നമ്മൾ പറയുന്ന ആ വേർഡിൽ നിന്നും കേൾക്കുന്നതായിട്ട് മനസ്സിലാവും എന്താണ്. യെസ്, അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഐ ഹാവ് ബീൻ ലിവിംഗ്, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് യെസ്റ്റർഡേ. ഇന്നലെ മുതൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പഠിക്കണം, നാളെയും പഠിക്കും. യെസ്, ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ്, സമയം വഴിക്ക് പറയാം. അന്ന് മുതൽ ഞാൻ പഠിപ്പിക്കുകയാണ്, ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുകയാണ്, നാളെയും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനം. ഐ ഹാവ് ബീൻ യൂസിങ് സ്കൂട്ടി സിൻസ് ഫോർ 3 months. 3 മാസം വരെ. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സിൻസും ഫോറും. ഓക്കെ, ഇവിടെ സിൻസും ഫോറും അത് 2 സമയത്തിന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷനാണ്. സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈമും ഫോറ് എ പീരീഡ് ഓഫ് ടൈം കാണിക്കുന്നതാണ്. ഒരു പീരീഡ് ഓഫ് ടൈം, അരമണിക്കൂർ, 3 മാസം, 2 മാസം, 1 വർഷം, ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഫോർ വരാൻ. സിൻസ് വരുന്നത് ഇതിന്റെ കൂടെയാണ്, പോയിന്റ് ഓഫ് ടൈം. എക്സാമ്പിൾ പറയാം, ഐ ഹാവ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ ഹാഫ് ആൻ അവർ. അരമണിക്കൂറായി ഞാൻ വെള്ളത്തിന്റെ അടിയിലാണ്. അരമണിക്കൂർ. അപ്പൊ അതിന് സ്റ്റാർട്ടിങ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഒരു പീരീഡ് പറയുന്നത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 വർഷമായി. അപ്പൊ ഒരു പീരീഡ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്. നേരെ മറിച്ച് 10:30 മുതൽ ഞാൻ വെള്ളത്തിന്റെ അടിയിലാണ്. അപ്പൊ 10:30 മുതൽ എവിടം വരെ അത് പറഞ്ഞിട്ടില്ല. അത് പറയുമ്പോൾ അത് പീരീഡ് ഓഫ് ടൈമായി. അത് പറഞ്ഞില്ല എങ്കിൽ അതെന്താണ്, ഒരു പോയിന്റ് ഓഫ് ടൈം. യെസ്, അപ്പൊ സിൻസ് പോയിന്റ് ഓഫ് ടൈമും ഫോർ പീരീഡ് ഓഫ് ടൈമും എന്നുള്ള കാര്യം മനസ്സിലൊന്ന് ഓർത്ത് വെച്ചിട്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഐ ഹാവ് ബീൻ യൂസിങ് മൈ ഓൾഡ് സ്കൂട്ടി പെപ്പ്. ഞാൻ എന്റെ പഴയ സ്കൂട്ടി പെപ്പാണ് ഉപയോഗിക്കുന്നത്. യെസ്, എന്ന് മുതൽ 2018, 2018 മുതൽ. Till I am using it. Tomorrow I will be using the same scooty. Yes, പറഞ്ഞോളൂ. Subject plus has or have plus been plus verb plus ing. Subject plus. She has been singing a song. Okay, then see ya. She has been singing a song.
Yes, Joby, Joby, good morning. Yes. Okay. So the SMS, I have been working since March. Okay, I have been working. Yes. Yes. ഇനി അപ്പല്ല അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത അതിന്റെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് പോരാം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമ്മൾ അതിന്റെ she has been studying for examination. Okay. I have been collecting the money. It will not be finished. He has been fixing the car. Okay, but subject plus has or have plus been plus verb plus ing. ഇനി അതിന്റെ നെഗറ്റീവ് വാചകം എഴുതുമ്പോ ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് അപ്ല ആ ഹാവ് എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് ഹാസ് ഉണ്ടാക്കുക. കാരണം മൈ ഹസ്ബൻഡ് സിംഗുലർ ആയി, അപ്പൊ ഹാവ് മാറ്റിയിട്ട് ഹാസ് പറയാം. ബാക്കിയൊക്കെ കറക്റ്റ്. യെസ്. ഓക്കെ. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ ഹാസും സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോൾ ഹാവ്. ഓക്കെ. യെസ്. നേരെ മറ്റ് ബോയ്സ് ഗേൾസ് സ്റ്റുഡൻസ് വരുമ്പോൾ ഹാവ്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് നോട്ട് ചേർക്കും. നോട്ട് ചേർത്തിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് വാചകങ്ങൾ. അപ്പോ ഹാവ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചേർക്കുക? നോട്ട് ചേർക്കുക. അപ്പൊ ഹാവിന്റെയും ബീനിന്റെയും ഇടയിലായിരിക്കണം എന്ത് ചേർക്കേണ്ടത്? നോട്ട് ചേർക്കേണ്ടത്. ഐ ഹാവ് നോട്ട് ബീൻ ഡൂയിങ് ദിസ് വർക്ക്. ഓക്കെ, I have not been doing this work. Okay, I have not been using this mobile. I have not been working here. He has not been working. Okay, so the SMS, he has not been working. Yes, has അല്ലെങ്കിൽ have been അതിന്റെ ഇടയിൽ നോട്ട് ചെയ്യാം. They have not been helping them for 3 years. Okay, then here the child has not been wearing a hat. Okay. She has not been studying. Okay, Nimisha, correct. Yes. ഇനി ആരെങ്കിലും? ഓക്കെ, അപ്പൊ ജോബി പോൾ ഞങ്ങളുടെ ഷീ ഹാസ് നോട്ട് ബീൻ പ്രാക്ടീസിങ്. ഓക്കെ, അതിന് ആൻസർ അത് കറക്റ്റ് ആണ്. പക്ഷെ വെർബിന്റെ അവിടെ ing വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നോട്ട് ബീൻ ഏബിൾ ടു കറക്റ്റ് ആണ്. ഷീ ഹാസ് നോട്ട് ബീൻ റീഡിങ് ന്യൂസ് പേപ്പർ ഫോർ 15 minutes. യെസ്. He has not been reading. Okay, Afla. She has not been teaching. They have not been attending the class regularly. Yes. Okay. അപ്പൊ നമുക്ക് പറയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴുമുണ്ട്, ഭാവിയിലേക്ക് തുടരുകയും ചെയ്യും. An action that has started in the past, it continues in the present, and it will continue in future. So such a situation is expressed by the tense present perfect continuous. Subject has അല്ലെങ്കിൽ have been verb plus ing. Okay. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ച്, ഇന്ററോഗേറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. അപ്പൊ അതിന്റെ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം പറയും. ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ നാഷണലൈസ്ഡ് ബാങ്ക്? ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ എ നാഷണലൈസ്ഡ് ബാങ്ക്? ഹാവ് ദേ ബീൻ യൂസിങ് ദിസ് ലാപ്ടോപ്പ്?
ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ എന്തായിട്ട് മാറുന്നത്? ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. നിങ്ങൾ അന്ന് മുതൽ അവിടെയാണോ? ഹാവ് യു ബീൻ വർക്കിംഗ് സ്കൂൾ? ഓക്കെ ഓക്കെ വിനീഷ. യെസ്. പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് അത് ശ്രുതി ദേ അല്ലേ? അപ്പൊ ഹാസ് മാറ്റിയിട്ട് ഹാവ് ആണ്. ഹാവ് ദേ ബീൻ പ്ലേയിങ് സിൻസ് മോർണിംഗ്? കറക്റ്റ്. ദേയുടെ പ്ലൂറലാണ് അവർ. ഓക്കെ ഓക്കെ ഓക്കെ. Have you been taking coffee? Okay, actually, correct. Have you been taking coffee? Have they been cheating us for 2 days? Okay, that's here. ആരെ കുറിച്ചാണ്? Yes. Have they been washing the clothes since Friday? Have you been hearing me? Okay, I am hearing you. Yes. Have they been playing online game? Okay, Vinisha, hold on. Have they been playing online game? Have you been cooking food? Have you ever seen God? Okay. Have he been reading? You be have a has a have have she a yes. Single subject has a okay, okay, okay. Yes. And the have you been working? Yes. Has it been raining for 3 months? Oh, Hasna, has it been like you? Yes. Have you been waiting long? Yes. Okay. About the idea, about the discuss it. Present perfect in the Varina, present perfect continuous in the Varina. ഒരു ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് നേരത്തെ ആരംഭിച്ച് ഇപ്പോഴും ഉണ്ട്, ഭാവിയിലേക്ക് തുടരുകയും ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഓക്കെ. അതിന്റെ നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ. ശ്രീലക്ഷ്മി രവി, ശ്രീലക്ഷ്മി yes, Sri Lakshmi. Okay, proceed with the Ansel Thomas. Ansel Thomas. Yes. അടുത്ത ആളെ വിളിക്കുന്നുണ്ട്, അതെന്തായാലും വരുമെന്ന് അറിയാം. ഉറപ്പായിട്ട് വിളിക്കാം അല്ലേ? ജൂബി പോൾ. Yes, you will നെറ്റ് പോയതായിരിക്കും. Yes, she will come. ഞാനേ എന്റെ പെട്ടെന്ന് കോള് കട്ടായി പോയി. യെസ്, ഞാനിവിടെ നല്ല ബിൽഡപ്പ് ഒക്കെ ജൂബിനെ കുറിച്ച് പറഞ്ഞിട്ടേ ആളിൽ പോലെ എഴുതി കാണിച്ചിട്ടേ ഞാനേ കോൾ എടുത്തതിന് പകരം കട്ടായി പോയി. No problem, no problem. We can understand it. Okay, very good, very good. അപ്പൊ ജൂബി, ഞാനിവിടെ പറയാൻ പോകുന്നത് കൂടുതലും മലയാളം ഭാഷകളാണ്. അപ്പൊ ജൂബി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇംഗ്ലീഷിലോട്ട് അത് മാറ്റി പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. അതായത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, പരത്തി പറയരുത്, ഒതുക്കി പറയും. നമുക്ക് പരത്തി പറയാനേ അത് വേണ്ട, ഈ കുറഞ്ഞ വാക്കുകളിൽ കുറച്ച് പറയും, ചുരുക്കി പറയും. യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ വീട്ടില് പിള്ളേരൊക്കെ ഓടിക്കളിക്കുകയാണ്. അപ്പൊ ഓടിക്കളിക്കുന്നത് ജൂബി കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയാണ്, ഓട്ടം നിർത്തുക.
ഓട്ടം നിർത്തുക. കുറച്ച് സ്റ്റോപ്പ് റണ്ണിങ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. നല്ല കാര്യമാണ്, കറക്റ്റ് ആണ്. സ്റ്റോപ്പ് റണ്ണിങ്. യു സ്റ്റോപ്പ് റണ്ണിങ് ഒന്നും വേണ്ട, സ്റ്റോപ്പ് റണ്ണിങ്, ഓട്ടം നിർത്തുക. യെസ്. അപ്പോ യുബിയുടെ ചെറിയൊരു കുട്ടിയുമായിട്ടും യാത്ര പോവുകയാണ്. അപ്പൊ യാദൃച്ഛികമായിട്ട് അടുത്തിരിക്കുന്ന ആളെ ആ ചെറിയ കുട്ടി ഒന്ന് ചവിട്ടി. അപ്പൊ യുബിയുടെ കുട്ടിയോട് പറയുകയാണ്, മാപ്പ് പറയൂ, മാപ്പ് പറയൂ. അയ്യോ, മാപ്പ് വാക്ക് കിട്ടില്ലേ? അറിയാവുന്ന പോലെ പറഞ്ഞോ സാനു. ഓക്കെ, സേ സോറി. സേ സോറി. ഓക്കെ അല്ലേ, ഞാൻ പറയാൻ പറ്റുന്നില്ല. ഞങ്ങളങ്ങനെ മാപ്പൊന്നും പറയൂല സാറേ. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് മാപ്പ് പറയട്ടെ അല്ലേ? യെസ്, ഓക്കെ, കറക്റ്റ് ആയിട്ടാ. സേ സോറി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഫോർഗിവ് മീ. യെസ്, കറക്റ്റ്, സിമ്പിൾ ആയിട്ടുള്ള വേർഡ് സേ സോറി. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുകയാണ് സേ സോറി. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ് യെസ്. അപ്പോ ഞാൻ അടുത്ത സിറ്റുവേഷൻ പറയാണ്. അപ്പൊ ജോബിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് 10 പേരുണ്ട്. അവര് യോജിച്ച് ഒരു പരിപാടിയൊക്കെ ചെയ്തു. പക്ഷേ ഒരാൾ അതിൻ്റെ അകത്ത് ഉടായ്പ കാണിച്ചു. ആരാലും പിടിക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഉടായ്പ കാണിച്ചത്. കൃത്യമായിട്ട് ജോബി അത് പിടിച്ചു. എന്നിട്ട് അയാളോട് മാത്രമായിട്ട് പറയുക, സത്യസന്ധത പുലർത്തുക, സത്യസന്ധത പുലർത്തുക. Being truthful. Be truthful. Okay, Sruthi SMS. കുറച്ചുകൂടി being honest. Be honest. Okay, okay, very good, very good, very good. Okay, okay, be honest. To be truthful. Okay, okay, very good, very good. Okay, okay, thank you, Yubi. Very good, very good. And Thank you, sir. Okay, 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 okay. Answer. Answer Thomas. Answer Thomas കിട്ടിയില്ല. യെസ്, ഇനി എടുത്താരാണ്? ഓൺലൈനിൽ വരാൻ പറ്റൂലേ? ആൻസർ പ്രസന്റ് സാർ. യെസ്, വെരി ഗുഡ്. മൈക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലേ? ആൻസർ സർ ചുമയാണ്, അതുകൊണ്ട് പറഞ്ഞോളൂ സർ. ഓക്കെ ഓക്കെ ഓക്കെ, ഐ വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. അഫ്ല. Yes, sir. Okay, how are you? Fine, sir. Very good, very good. അപ്പൊ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ വീണ്ടും പറയാണ്. ആ 10 പേരുടെ ഗ്രൂപ്പില് അപ്ലൈ ഉണ്ട്. അപ്പോ നിങ്ങൾ ഒരു പ്ലാൻ ആസൂത്രണം ചെയ്യും. അതനുസരിച്ച് 11 മണിക്ക് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 9 പേരും കറക്റ്റ് സമയത്ത് എത്തി. ഒരാൾ വന്നിട്ടില്ല. അയാള് അരമണിക്കൂർ താമസിച്ചാണ് വന്നത്. സങ്കടവും ദേഷ്യവും ഉണ്ട്. പക്ഷെ ചൂടാവുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അയാളെ മാത്രം മാറ്റി ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പറയാണ്, കൃത്യസമയത്ത് എത്തുക, കൃത്യസമയത്ത്. ഇനിയും പരിപാടികളുണ്ട്, അവിടെ വൈകരുതല്ലോ. അതുകൊണ്ട് പറയുകയാണ്, കൃത്യസമയത്ത് എത്തുക. അത്രേ ഉള്ളൂ. Yes. Keep Be punctual. I am ഉദ്ദേശിച്ചത്. Okay, you people. Okay, okay. Come on time. You have to be on time. Okay, okay. Be punctual. Okay. Okay. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൃത്യസമയം എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ഒരാളെ നോക്കിയിരിക്കണം 11 മണിക്ക് വരുന്നത് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഹസ്ന. അപ്പോ നമ്മ 10:59 അപ്പോൾ ആൾ വന്നിട്ടില്ല. കറക്റ്റ് 11 മണിക്ക് ആളെത്തുകയാണ്. അപ്പൊ നമ്മളെന്ത് പറയും? ഓ, ഷാർപ്പാണല്ലോ, സ്ഥിതി കാണിച്ചു. അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? പേരുകൾ ഓൺ ടൈം ആണ്. ഓൺ ടൈം, ഓൺ ടൈം. നേരത്തെ ശ്രുതി പറഞ്ഞത് എന്നത് കറക്റ്റ് ആണ്. കൃത്യസമയത്ത് എത്തുക. ബി ഓൺ ടൈം. ബി ഓൺ ടൈം. ഓൺ ടൈം ആണ് കൃത്യസമയം. ബി ഓൺ ടൈം. യെസ്. Okay, 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 okay. Be on time. Okay.
അപ്പോ വീണ്ടും അഫ്ല, അപ്പൊ ഈ 10 പേരുടെ ഗ്രൂപ്പാണ്. പക്ഷെ ഒരാളുടെ സ്വഭാവം മാത്രം നിങ്ങൾക്ക് ഞാൻ പിടിക്കുന്നില്ല. അപ്പൊ അഫ്ല ആ ഒരാളോട് പറയണം, മര്യാദ പാലിക്കുക. മര്യാദ പാലിക്കുക. കാരണം നിങ്ങൾ ഒരാൾ മര്യാദ പാലിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള 9 പേർക്ക് കൂടി നടക്കേണ്ട. അതുകൊണ്ട് അയാളോട് മാത്രം വിളിച്ചു മാറ്റി നിർത്തി പറയുകയാണ് മര്യാദ പാലിക്കുക. യെസ്, Be polite. Be polite. Okay, that's the correct. Be polite is very simple. Keep എന്നുള്ളതിനേക്കാൾ ചെറിയൊരു വേർഡാണ് be polite. Behave yourself. Okay, okay, you people. ഉപയോഗിക്കാവുന്ന. Yes, okay, behave yourself. അത് മതി, ആണ് പറ്റി. Yes, please keep polite. Okay, 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 okay. Manners. അതും പറയാം sir. Keep manners. Keep manners. Yes. Okay, okay, okay. Keep polite. അത് കുറച്ച് be polite. കുറച്ചുകൂടി സിമ്പിൾ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ എല്ലാവരും കൂടി ചാടിക്കേറി വർത്തമാനം പറയുകയാണ്. അപ്പൊ അവര് പറയുന്നത് മിണ്ടാതിരിക്കുക. എപ്പോഴും കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും ക്ലാസ്സിൽ നമ്മൾ ടീച്ചർ തരത്തിലുള്ളതാണ് മിണ്ടാതിരിക്കുക. Silence sir. സൈലൻസ് പ്ലീസ്, അല്ലെങ്കിൽ ബി ക്വൈറ്റ്, ഡോണ്ട് മേക്ക് നോയ്സ്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഉണ്ട്. ശരി 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 ശരി, എല്ലാം കറക്റ്റ് ആണ്. ബി ക്വൈറ്റ്, ബി ക്വൈറ്റ് കുറച്ചും കൂടി ചെറുതാണ്. യെസ്, ഓക്കെ. അപ്പോ ഒരു ചോദ്യം കൂടി അഫ്ല. അപ്പൊ അഫ്ല ഇങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോ Sir, ഒരു മിനിറ്റ് സാറേ, ഞാൻ ഒന്ന് തുണി എടുത്തോട്ടെ. യെസ്, ഓക്കെ, പോയിട്ട് വരും. യെസ് യെസ് അല്ലേ, ഇതിപ്പോ നമ്മുടെ ഒരു വീട് പോലെയാണ് അല്ലേ ഹസ്ന? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നമ്മൾ 18 പേരേ ഉള്ളൂ ഇങ്ങനെ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അഫ്ലനെ നമുക്ക് പിന്നീട് വിളിക്കാം. താൻസിയ, താൻസിയ. യെസ്, ആർ യു റെഡി? ക്യാൻ യു സ്പീക്ക്? ഡ്യൂട്ടിയിലാണോ? Yes, sir. ഓക്കെ ഓക്കെ, താൻസിയ. ഓക്കെ ഓക്കെ, അപ്പൊ താൻസിയുടെ വീട്ടിലേക്ക് അടുത്ത വീട്ടിലെ കുറച്ച് കുട്ടികളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ താൻസിയുടെ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ടോയ്, ആ ടോയിനെ കുറച്ച് സമയമായി അപ്പുറത്ത് വന്ന് പയ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചെറിയ കുട്ടിയാണ്. അപ്പോ താൻസിക്ക് തോന്നി, ഓ ആ പയ്യനത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നോക്കുന്നത്. അപ്പൊ അവനോട് പറയാണ്, എടുത്തോളൂ എടുത്തോളൂ. സാനു. ഓക്കെ, ശ്രുതി. ടേക്ക് ഇറ്റ്. ഓക്കെ ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ടേക്ക് ഇറ്റ്, എടുത്തോളൂ. ടേക്ക് ഇറ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്, നമ്മൾ നേരത്തെ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞു. യെസ്, ക്യാരി ഓൺ, കണ്ടിന്യൂ. ഇത് കണ്ടിന്യൂ എന്നാണ് കേട്ടോ. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പോ താൻസിയ കുട്ടികളുമായിട്ട് പുറത്തേക്ക്, കടപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവരിങ്ങനെ ഓടിക്കളിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവരോട്, കുട്ടിയോട് പറയാണ്, എന്റെ കൈ പിടിക്കുക, എന്റെ കൈ പിടിക്കുക. Hold my hand. Hold my hand. Okay, okay, okay. Afla, hold the hand. Hold my hand. Hold my hand. Okay, okay, okay. Correct ആണ്. Hold my hand. Yes. Okay. അപ്പോ അടുത്തത് ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാം കൂടെ റെഡിയാക്കി കൊടുത്താലുള്ള പിള്ളേരെ കൂടെ ഉറങ്ങുള്ളൂ. 10ൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നിട്ടും നമ്മൾ തന്നെ ഇപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ ബെഡൊക്കെ കൊടുത്തിട്ട് കൊടുക്കണം. അപ്പൊ അത് സഹിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ താൻസിയ മകളോട് അല്ലെങ്കിൽ മകനോട് പറയാണ്, നിന്റെ കിടക്ക ശരിയാക്കുക. ആൻസോ? Make your bed. Make your bed. Okay, okay, correct. Sudhi, correct ആണ്. Make your bed. Make your bed. It's correct. അപ്പൊ താൻസിയ one more. അപ്പോ
നിങ്ങൾ 10 പേര് കൂടി അവിടെ നിന്നു, പ്ലാൻ ചെയ്ത പരിപാടി പോലെ വന്നു, പക്ഷെ സംഗതി നടന്നില്ല. വിചാരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഒന്നും സംഗതി നിങ്ങൾ വിചാരിച്ച കാര്യം 10 പേര് വന്നിട്ട് നടന്നില്ല. അപ്പോ വിഷമത്തോടു കൂടിയാണെങ്കിലും താൻസിയ ബാക്കിയുള്ള 9 പേരോട് ചോദിക്കുകയാണ്, വീണ്ടും എന്ത്? വീണ്ടും എന്ത്? എന്താ സർ? വീണ്ടും എന്ത്? ഇനി എന്ത് എന്നുള്ള അർത്ഥത്തിലാണ് വീണ്ടും എന്ത് എന്ന് ചോദിക്കുന്നത്. സുധീ, അനു, What again? വാട്ട് അഗെയിൻ. ഓക്കെ ഓക്കെ. ശ്രുതി, എഗെയിൻ വാട്ടൊന്നും വേണ്ട, വാട്ട് അഗെയിൻ അതാണ് ഭംഗി. മലയാളത്തിൽ പറയുമ്പോഴാണ് വീണ്ടും എന്ത്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ മറിച്ചിട്ടേക്കാം. വാട്ട് അഗെയിൻ. ഓക്കെ, വാട്ട് അഗെയിൻ. ഓക്കെ, താൻസിയ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മാറിപ്പോയി. നോ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ, ഇനി ആരാണ്? ഹീര രാജേഷ്. Yes, sir. Okay, how are you, Hira? Fine, sir. Oh, very good, very good, very good. Okay, അപ്പോൾ ഇനി അടുത്ത ഗെയിം നടക്കുന്നത് ഹീരയുടെ വീട്ടിലാണ്. അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് കളിക്കാനായിട്ടുള്ള പല പല ഐറ്റംസ് ഉണ്ട്. അപ്പൊ അവരോട് ഹീര ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത്? What do കുട്ടികളോട് you want to what do you want to play? play? Correct ആണ്. What you want to play. What you want to play. Very good, very good. Correct ആണ്. What you want to play. Okay, okay. അത് കഴിഞ്ഞ് ശ്രുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഉണ്ടെങ്കിൽ അപ്പൊ അത് കറക്റ്റ് ആയി. What you want to play. Yes. അപ്പൊ കുറച്ച് പേര് കുറച്ച് കളികൾ പറഞ്ഞു, കുറച്ച് പേര് വേറെ കുറച്ച് കളികൾ പറഞ്ഞു. അപ്പൊ ഒരു പ്രത്യേക കുറച്ച് കളികൾ പറഞ്ഞ് കുട്ടികളോട് അതിന്റെ കാര്യങ്ങളൊക്കെ മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളോട് ഹീര പറയാണ്, മുകളിലേക്ക് പോകുക, മുകളിലേക്ക് പോവുക. Go upstairs. ഓക്കെ ഓക്കെ. ഗോ ടു അപ്സ്റ്റേഴ്സ് അല്ല, ഗോ അപ്സ്റ്റേഴ്സ്. ഓക്കെ സൈനു, ഗോ അപ്സ്റ്റേഴ്സ്, മുകളിലേക്ക് പോവുക. വെരി ഗുഡ് വെരി ഗുഡ്. ഗോ അപ്സ്റ്റേഴ്സ്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. അപ്പോ കുറച്ച് കുട്ടികള് മുകളിലേക്ക് പോയി. ബാക്കിയുള്ള കുട്ടികള് ഇനി ഞങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് ഹീരയെ നോക്കിയാണ്. അപ്പൊ കുറച്ചുപേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോ അവരോട് എല്ലാവരോടുമായിട്ട് ഹീര പറയാണ്, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. Here. Yes. Look here. Look here. ഓക്കെ ഓക്കെ. സാനു HER എന്നാണ്. ലുക്ക് ഹിയർ. HER കേട്ടോ. ലുക്ക് ഹിയർ. യെസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ലുക്ക് ഹിയർ. അപ്പോ ഹീര വൺ മോർ. ഇനി കുട്ടികളോട് ഒരു ഉപദേശ രൂപേണ പറയുകയാണ്, എല്ലാവരോടുമായിട്ട് പറയുക, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. ഇതാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. Be good to your friends. Be good to your friends. Be good to your friends. പിന്നെ വേറെ ആർക്കെങ്കിലും? Be polite to your friends. Okay, Sudhi. Be polite to your friends. Correct ആണ്, രണ്ടും കറക്റ്റ് ആണ്. യെസ്. ഇനി ഞാൻ മനസ്സിലോട്ട് വിചാരിച്ചിരുന്നു, അത് ആരെങ്കിലും പറയുന്നത് രണ്ട് പറഞ്ഞ രണ്ട് കറക്റ്റ് ആണ്. Be nice Be to good. your നല്ലതായി. friends. Be nice to your friends. യെസ്. ഇതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് കേട്ടോ. താങ്ക്സ് ചെയ്യാം. വെരി ഗുഡ്. യെസ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ബി നൈസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ ഞാനിത് വെറുതെ തുടങ്ങി വെച്ചതാണ്. അടുത്ത ദിവസങ്ങളിലും ഞാൻ ഇതേപോലെയുള്ള കുറച്ചൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മുടെ ടെൻസുകൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. ഓക്കെ, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടും. നമുക്ക് ആ വൊക്കാബുലറിയിലേക്ക് കിടക്കാം. ഓക്കെ.
യെസ്. ഇനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. സം ഐക്കോണിക് ക്യാരക്ടർ ഞാൻ ചോദിച്ചാണ്. ഓ, ഐക്കോണിക് ക്യാരക്ടർ ഞാൻ ചോദിച്ചിട്ടുണ്ട്. യെസ്. യെസ്. ഈ അടുത്തതില് നിങ്ങൾ ആൻസർ പറയുമ്പോൾ അതിനകത്ത് എ എന്നോ ബി എന്നോ അത് യാതൊന്നും തന്നെ ഇല്ല. എല്ലാം ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. അപ്പോ നിങ്ങളുടെ സ്റ്റാൻഡേർഡും കൂടി പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മാറ്റിയിട്ടിരിക്കുന്നത്. യെസ്, നിങ്ങൾ സ്റ്റാൻഡേർഡുള്ള കുട്ടികളാണ്, എന്നാലും വെറുതെ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനൊന്ന് പരീക്ഷിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. യെസ്, ഓക്കെ, എല്ലാം fill in the blanks. The dash tower of Pisa, P-I-S. The dash tower, T-O-W-E, Tower of Pisa. Jubi. യെസ്, അപ്പൊ ജോബി മാത്രമാണ് ആൻസർ വന്നത്. ജോബി ആൻസർ ചെയ്യാം. ശ്രുതി. ജോബി ആൻസർ. ശ്രുതി. ഓക്കെ, അതായത് ലോകത്തുള്ള 7 അത്ഭുതങ്ങളില്ലേ, ആ 7 അത്ഭുതത്തിൽപ്പെട്ട ഒരെണ്ണമാണ് ഇത്. ഏത്? പീസയില് ചെരിയുന്ന ഗോപുരം, ലീനിങ് ടവർ. ആ മണ്ണിന് ഉറപ്പില്ലാതിരുന്നത് കൊണ്ടാണ് ആ കെട്ടിടം ചെരിഞ്ഞു പോയത്. യെസ്, പിന്നീട് അതൊരു പ്രശസ്തമായിട്ട് മാറിയത്. യെസ്, ഓക്കെ. പിന്നീട് അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും ചെരിച്ചിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, ഓക്കെ. അടുത്തത് ഹാരി പോട്ടർ ആൻഡ് the order of the dash. Harry Potter and the order of the hero. Answer. Shruti. Hero, answer, and Shruti. Yes, correct answer. And Phoenix. അടുത്തത് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാചകമാണ്. യെസ്, ഇതൊരു ശ്രീലക്ഷ്മി. അല്ല. യെസ്, ഇഫ്. ഓക്കെ പറയാം. ഇഫ്. ഓക്കെ. ഇതിപ്പോ fill in the blanks ആണ് ശ്രീലക്ഷ്മി. യെസ്, ഞാൻ ശ്രീലക്ഷ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. അടുത്തത് തുടങ്ങി കൂടിക്കോളൂ. Yes. If at first you don't succeed. If at first you don't succeed. Dash. അതുപോലെ ശ്രുതി, ആൻസിയ, ശ്രീലക്ഷ്മി. ശ്രുതി, ആൻസിയ, ശ്രീലക്ഷ്മി. ഓക്കെ, കറക്റ്റ് ആണ്. അത് ഇച്ചിരി വ്യത്യാസം ഉണ്ടായതെന്ന് മാത്രമേ ഉള്ളൂ. ട്രൈ അഗെയിൻ. അതാണ് ചിലർ ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞു, ട്രൈ എന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാവരും പരിഗണിച്ചത് ട്രൈ അഗെയിൻ. യെസ്. അടുത്തത് മൗണ്ട് ഡാഷ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ നേപ്പാൾ. മൗണ്ട് ഡാഷ്. യെസ്, ഹീര, സാനു, ശ്രീലക്ഷ്മി. ഹീര, സാനു നേരത്തെ വന്നിട്ടില്ല അല്ലെ? സാനു ആൻഡ് ശ്രീലക്ഷ്മി. ഓക്കെ. മൗണ്ട് എവറസ്റ്റ്. ഓക്കെ, അഞ്ജന, കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് dash is the process by which plants make their food. Dash is the
Hira, Ansu, Sanu. Hira, Ansu, and Sanu. Okay, Afla, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളേ. Yes, photosynthesis. The answer is photosynthesis. Okay, okay. Yes, Afla. Yes, okay, very good, very good. Yes. അടുത്ത വെരി സിമ്പിൾ ആണ്, കാരണം നിങ്ങൾ പലപ്പോഴും കേട്ടുപറഞ്ഞിട്ടുള്ള ഒരു പ്രോവർബാണ്. All that glitters is not dash. Hira, Shruti, Jubi. Hira, Shruti, and Jubi. Okay, Vinisha. Okay, actually, correct ആണ്. That is called gold. Yes, correct, correct. അടുത്തത് GK ആണ്. The capital of France is dash. The capital of France. Idea, Jubi Paul, Ashidi. Idea, Jubi Paul, Ashidi. Okay, 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 okay. The answer is Paris. Paris. Yes. Next is dash is the yes. ഇല്ല അത് കഴിഞ്ഞാൽ നമുക്ക് ടെൻസ് കഴിഞ്ഞാൽ നമുക്ക് അത് പറയും കേട്ടോ. കാരണം ഈ 12 ടെൻസുകളിലാണ് അത് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഈ 12 ടെൻസുകളിലാണ് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ഉണ്ടാവും. അപ്പൊ എവിടെ നമ്മൾ എന്ത് വായിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇനി പറയാൻ 2 ടെൻസ് കൂടി കഴിഞ്ഞ ടെൻസ് അവസാനിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനോട് അതിൻ്റെ അകത്തേക്ക് പോകാം. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ ഓക്കെ. യെസ്, ഡാഷ് is the largest continent in the world. Dash is the largest continent in the world. Vismi, Nansia, Srilashmi. Vismi, Nansia, and Srilashmi. Okay, 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 okay. Okay. ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പറഞ്ഞോളേ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അഫ്ലിയല്ലേ നോക്കാം, ഈ പ്രാവശ്യം അഫ്ലിയില്ല. യെസ്, ഓക്കെ, പറഞ്ഞാൽ മതി. യെസ്, ഹീരയും പിടിച്ചിട്ടുണ്ട്. ദ ആൻസർ ഈസ് ഏഷ്യ. യെസ്, കറക്റ്റ് കറക്റ്റ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഹീര, ആൻസു, Hasna. Hira, Ansu, Hasna. Okay, 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 okay. Okay, the answer is Jupiter. The correct answer is Jupiter. Yes. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് if you don't succeed, try ചെയ്യുന്നു. അതുപോലെ പറയേണ്ട ഒരു വാചകമാണ്. അല്ല, അത് സ്റ്റൈൽ, അതല്ല, അത് സ്റ്റൈൽ. യെസ്, എ ജേർണി ഓഫ് 1000 miles begins with a dash. അതല്ല ശ്രീലക്ഷ്മി, ഡ്രീം അല്ല. ഓക്കെ, ജൂബി, ശ്രുതി, ആര്യ. Jubi, Shruti, and Ariel. Correct answer. That started with a single step. നമുക്കൊരു 1000 miles ആണ് പോകേണ്ടത്. പക്ഷെ ആദ്യം നമ്മൾ ആദ്യത്തെ ചുവട് വെക്കണ്ടേ, എങ്കിലല്ലേ 1000 നമ്മൾ എത്തുള്ളൂ. അപ്പൊ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ സിംഗിൾ സ്റ്റെപ്പ്. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. യെസ്, അപ്പൊ അതാണ് ഇതിന്റെ കറക്റ്റ്. ഡ്രീം ആണ്, ഡ്രീമിന്റെ സംബന്ധിച്ചു. പക്ഷെ a journey of 1000 miles begins with a single step. Okay, okay. അടുത്തത്
നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് വാക്ക് അറിയാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്ലാനറ്റ്സ് ഡാഷ് around the sun. Planet dash around the sun. Kira, Jubi, Sudhi. Kira, Jobi, and Sudhi. It's a correct answer. Revolve. Revolve എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കിയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ പറയുന്നത് ഒരു പഴഞ്ചൊല്ല് പോലെയുള്ള ഒരു വാചകമാണ്. അതിനകത്ത് ലാസ്റ്റ് വേർഡ് നിങ്ങൾ പറഞ്ഞത്. Where there is a will, there is a dash. Sudhi, Jubi, Srirashmi. Sudhi, Jubi, and Srirashmi. ആരെങ്കിലും ഉണ്ടോ? യെസ്. ഓക്കെ. ഹീര? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. Okay, 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 okay. Yes, yes, okay, okay, okay. ഹീര? യെസ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം. മനസ്സില്ലേ അതിനൊരു മാർഗം ഉണ്ടാവില്ല. മലയാളത്തിൽ വേറൊരു പഴഞ്ചൊല്ലുണ്ട്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണ്ടെങ്കിൽ ചക്ക കൊമ്പത്ത് പോലും ഉണ്ടാവില്ല. അതിന്റെ വേറൊരു സംഗതിയാണ്. യെസ്. ഓക്കെ ശ്രീലക്ഷ്മി, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, യു ഡ്രിങ്ക് ഫ്ലൂയിഡ്സ്, FLUIDS, വാട്ടർ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. യു ഡ്രിങ്ക് ഫ്ലൂയിഡ്സ് ടു സ്റ്റേ ഡാഷ്. ടു സ്റ്റേ വേറൊരു വാക്ക്. ഓക്കെ. ജൂബി, സാനു, ഹീര അല്ലേ? ജൂബി, സാനു ആൻഡ് ഹീര. ഹൈഡ്രേറ്റഡ് ആണ് കേട്ടോ. ഹൈഡ്രേറ്റഡ്, നിർജ്ജലീകരണത്തിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ ശ്രുതി? യെസ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞ where there is a will, there is a way. അതുമല്ല എങ്കിൽ if at first you don't succeed, try again എന്ന് പറഞ്ഞതുപോലെയുള്ള വേറൊരു വാചകം. With great power comes great dash. With great power comes dash. ജൂബി, ഫാൻസിയ, ശ്രുതി. ജൂബി, ഫാൻസിയ ആൻഡ് ശ്രുതി. കറക്റ്റ് ആൻസർ കേട്ടോ. റെസ്പോൺസിബിലിറ്റിയാണ്. അധികാരം കൂടുമ്പോൾ എന്തുകൂടി കൂടും? ഉത്തരവാദിത്വവും കൂടും. യെസ്. പിയൂണിന് ഒരു അധികാരവും ഇല്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. പക്ഷെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൂടുന്നതോറും ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൂടി വരും. യെസ്, ഇതാണ് ഇവിടെ പറയുന്നത്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അടുത്തത് ആ ഇനത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഒളിമ്പിക് ലോഗോ കണ്ടെയ്ൻസ് ഡാഷ് റിംഗ്സ്. നമ്പർ പറഞ്ഞാൽ മതി. ജൂബി, സാനു, ശ്രീലക്ഷ്മി. ജൂബി, സാനു ആൻഡ് ശ്രീലക്ഷ്മി. ഹീര. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ. അപ്പോ ആ രീതി അതങ്ങനെ അവസാനിക്കുകയാണ്. ഞാൻ ഇനി ചോദിച്ചത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇനി പറയുന്നത് കുറച്ച് സിനിമയുടെ പേരാണ്. നെയിം ഓഫ് ഫിലിംസ്. നിങ്ങൾ പറയേണ്ടത് ആ സിനിമ ആര് ഡയറക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ സിനിമ ആര് ഡയറക്റ്റ് ചെയ്തു? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാം ഉണ്ട് എന്റെ ശ്രീലക്ഷ്മി, പേടിക്കണ്ട. യെസ്. ഓക്കെ 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 ഓക്കെ. സിനിമയുടെ ഡയറക്ടറുടെ പേര് പറയാം, നമുക്ക് ആരംഭിക്കാം. യെസ്. ഫസ്റ്റ് ചോദ്യം ഇതാണ്. ചിലപ്പോൾ PSCക്ക് വരാറുണ്ട്. PSCക്ക് വരുന്നത് വരുമ്പോൾ ഞാൻ പറയാം.
വരാറുണ്ട്. ചോദ്യം ഇതാണ്, മീശ മാധവൻ. മീശ മാധവൻ. നെയിം ഓഫ് ദ ഫിലിം. ആര്യ, ഹീര, ജൂബി. ആര്യ, ഹീര ആൻഡ് ജൂബി. കറക്റ്റ് ആൻസർ ആണ് ലാൽ ജോസ് ആണ്. ലാൽ ജോസ്. ലാൽ ജോസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ലാൽ ജോസ്. ഓക്കെ. അടുത്തത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ് കേട്ടോ. ദി ഡയറക്ടർ ഓഫ് ദ ഫിലിം യോദ്ധ. യോദ്ധ. ജൂബി പോൾ, ശ്രുതി, ശ്രീലക്ഷ്മി. ജൂബി പോൾ, ശ്രുതി ആൻഡ് ശ്രീലക്ഷ്മി. ഓക്കെ ഓക്കെ ഓക്കെ. സംഗീത് ശിവൻ കേട്ടാ. സംഗീത് ശിവൻ. സംഗീത് ശിവൻ ആൻഡ് സന്തോഷ് ശിവൻ. വേറെ രണ്ടുപേരെ ഇപ്പോൾ ഒരുമിച്ചാണ്. ഒരാൾ ഇത് സംഗീത് ശിവൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ശ്രീലക്ഷ്മി ക്ഷമിക്കൂ, അടുത്ത സിനിമയുടെ പേര് ഇതാണ്, ടൈറ്റാനിക്. ടൈറ്റാനിക്. ഇതും പരീക്ഷയ്ക്കൊക്കെ വരാവുന്ന ചോദ്യമാണ്. ടൈറ്റാനിക്. ജൂബി, ശ്രുതി. ജൂബി, ശ്രുതി ഇല്ല. ആര്യ, ശ്രുതി അല്ലേ? ജൂബി, ശ്രുതി, ഹീര. ഹീര ഉണ്ട് അല്ലേ? ഹീര. യെസ്. ജൂബി, ഹീര. എന്റെ പേരല്ലേ? ജൂബി, ഹീര, ആര്യ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീലക്ഷ്മി ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം ഈസ് ജെയിംസ് കാമറൂൺ. യെസ്. അടുത്തത്, ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം പഴശ്ശിരാജ്. ഡയറക്ടർ ഓഫ് ദ ഫിലിം പഴശ്ശിരാജ്. ഹീര, ആര്യ, ശ്രീലക്ഷ്മി. ഹീര, ആര്യ ആൻഡ് ശ്രീലക്ഷ്മി. യെസ്, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. അഫ്ല. അഫ്ല ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഡയറക്ടർ ആൻഡ് ഫിലിം. ഇത് ഈ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പഴശ്ശിരാജ വരെ എത്തി. ഹരിഹരനാണ് ഡയറക്ട് ചെയ്തത്. ഓക്കെ. അടുത്തതും ശ്രീലക്ഷ്മി ക്ഷമിക്കുക. നെയിം ഓഫ് ദ ഫിലിം ഈസ് ദിൽ സേ. ദിൽ സേ. ആര്യ, ശ്രുതി. ഇതിക്ക് മുമ്പ് വേറൊരാൾ കൂടി ഉണ്ടായല്ലോ. ആര്യ, ശ്രുതിക്ക് മുമ്പ് വേറൊരാൾ കൂടി പറഞ്ഞല്ലോ. ആ, ഹീര. യെസ്. ഹീരക്ക് സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല നിശ്ചയം തോന്നുന്നില്ല. ആ, ജൂബി. യെസ്, ജൂബി. യെസ്. ഓക്കെ. ദിസ് ഡയറക്റ്റഡ് ബൈ ഹരിഹരൻ. ഓക്കെ. സോറി, ഹരിഹരൻ അല്ല, മണിരത്നം. ഓക്കെ ഓക്കെ. ദിസ് ഡയറക്റ്റഡ് ബൈ മണിരത്നം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ആ ഇനത്തില് ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സിമ്പിൾ ആയ ചോദ്യമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. നെയിം ഓഫ് ദ ഫിലിം ഈസ്. ഇതിന് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളാം. നെയിം ഓഫ് ദ ഫിലിം ഈസ് ദൃശ്യം. നെയിം ഓഫ് ദ ഫിലിം ഈസ് ദൃശ്യം. ശ്രീലക്ഷ്മി, സാനു, ജൂബി. ശ്രീലക്ഷ്മി, സാനു. ശ്രീലക്ഷ്മി, സാനു. പിന്നെ ആരായിരുന്നു? ശ്രുതി അല്ലേ?
2B അല്ലേ? ഓക്കെ. യെസ്, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഹസ്നക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ബിസ്മിക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ആഷ്ലിക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ആൻസുവിന് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 2 പോയിന്റ്, ആര്യക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ആര്യക്ക് 6 പോയിന്റ്, സാനുവിനും 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 6 പോയിന്റ്, ശ്രീലക്ഷ്മിക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി താൻസിയക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, താൻസിയക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ശ്രുതിക്ക് 11 പോയിന്റ്, 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 11 പോയിന്റ്. യെസ്, ഹീരയ്ക്ക് 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 13. ഹീരയ്ക്ക് 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, പിന്നെ ടോപ്പ് സ്കോർ ജൂബിക്ക് 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, കുറവ് മാർക്ക് കിട്ടിയവർക്കും കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്കും മാർക്ക് കിട്ടാതിരുന്നവർക്കും ഒരുപോലെ ആശംസ അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ ശ്രുതി, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബൈ. Okay, thanks to all.